വന്ദേമാതരം ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദേശീയ ഗീതത്തിനെ അവമതിക്കുന്നത് കുറ്റകരമാക്കുന്ന ബില്ലാണ് സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നു. നന്ദഗോപൻ, വളരെ വ്യക്തമായൊരു ബില്ല് ഇപ്പോൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വന്ദേമാതരം ബിൽ, അതായത് ദേശീയ ഗീതത്തെ അവമതിക്കുന്നത് കുറ്റകരമാക്കുന്ന ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. അമല്, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ 1971 നിയമമാണ്. ഈ നിയമമാണ് ഇപ്പോൾ അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നിയമം അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് വന്ദേമാതരം ദേശീയ ഗീതമാണ്. വന്ദേമാതരത്തെ അപമാനിക്കുന്നത്, വന്ദേമാതരം ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നത്, ഇവർക്ക് 3 വർഷം വരെ തടവും പിഴയും ഒക്കെ നൽകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ഇന്ന് ഈ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇതിന്മേൽ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ബില്ലിനെതിരെ CPM അടക്കമുള്ള ഇടത് MP-മാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ഭരണഘടനാ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഈ ബില്ല് എന്നുള്ളതാണ് പ്രധാനമായും ജോൺ ബ്രിട്ടാസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക് കത്തെഴുതിയത്. ഇത് ഭരണഘടനയുടെ 19, 21, 25 അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് ബില്ല് പിൻവലിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഇടതുപക്ഷം ഈ കത്തെഴുതിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്ക്. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ അവരുടെ ശിരകളിൽ അഗ്നി പടർത്തിയ ഗീതമാണ് വന്ദേമാതരം എന്നുള്ളത്. ആ വന്ദേമാതരത്തോട് അനാദരവ് കാട്ടുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സഖ്യം, ഇന്ത്യ സഖ്യത്തിൻ്റെ ശൈലിയായിരുന്നു. കോൺഗ്രസ് പതിറ്റാണ്ടുകൾ ഭാരതത്തിൽ ഭരിച്ചിട്ടും വന്ദേമാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകിയില്ല എന്നതിനപ്പുറത്തേക്ക് വന്ദേമാതരത്തെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി പൂർണ്ണമായും അവഹേളിക്കുകയായിരുന്നു നാളിതുവരെ കോൺഗ്രസ് ചെയ്തിരുന്നത്. ഇടതുപക്ഷം അതിന് കുടപിടിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരത്തിന് അർഹമായ പരിഗണന നൽകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ 1971 നിയമം അമെൻമെൻറ്റ് ചെയ്തുകൊണ്ട് വന്ദേമാതരത്തെ അധിക്ഷേപിക്കുന്നതും ആലപിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതും 3 വർഷം വരെ തടവും പിഴയും ഒക്കെ നൽകുന്ന ശിക്ഷയായി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് പാർലമെൻറ്റിൻ്റെ പരിഗണനയിലാണ്. രാജ്യസഭയിൽ ഇന്ന് ആ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. അമൽ, വ്യക്തമാണ്. വന്ദേമാതരം ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ദേശീയഗീതത്തിനെ അവമതിക്കുന്നത് കുറ്റകരമാക്കുന്ന ബില്ലാണ് സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിവരം നൽകുകയായിരുന്നു നന്ദഗോപൻ.